ഈ വരുന്ന 2026 സെപ്റ്റംബർ മാസം 16-ാം തീയതി കമ്പളികണ്ടത്തെ കൽഭരണികളുടെ 2ാം ഭാഗം ഇറങ്ങുന്നു. കമ്പളികണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്നത് എൻ്റെ 26 വയസ്സ് വരെയുള്ള ജീവിതമാണ്. അടുത്ത 26 വയസ്സ് വരെയുള്ള ജീവിതം ഈ വാർത്തകളും ഈ വാർത്താ പ്രക്ഷേപണത്തിൻ്റെ പിന്നിലുള്ള മോട്ടിവേഷൻസും എന്തൊക്കെ രീതിയിലാണ് ചെളിവാരി എറിഞ്ഞതെന്നും ഒക്കെ ഞാൻ എൻ്റെ വീക്ഷണത്തിൽ നിന്നൊന്ന് പറയും. അതാണ് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. ഈ പുസ്തകം എഴുതി പ്രസിദ്ധീകരണത്തിനായിട്ട് മാതൃഭൂമിയിൽ കൊടുത്ത് അക്സെപ്റ്റേഷനും അതിൻ്റെ സൈനിങ്ങും ഒക്കെ കഴിഞ്ഞാണ് ഞാൻ മാതൃഭൂമി ഓൺലൈനിൽ ഇച്ചിലൂടെ ഡീറ്റെയിലായിട്ട് എല്ലാ ബുധനാഴ്ചയും എൻ്റെ ഒരു ആത്മകഥ ഓൺലൈനിൽ എഴുതാൻ തുടങ്ങി. ആ കോളം വരാൻ തുടങ്ങി 4ാമത്തെ ആഴ്ചയായപ്പോഴേക്കും പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പേ ആക്രമണം ആരംഭിച്ചു. കാരണം കോളം വളരെ പോപ്പുലറായിരുന്നു. അപ്പോൾ അത് പുസ്തകത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് ഒരു കാരണമായിട്ടുണ്ട് ഈ കോളം എഴുതിയത്. അതിലൂടെ പുതിയ വായനക്കാർ, ഇങ്ങനെ ഒരു ആദ്യമായിട്ട് എഴുതുന്ന ഒരാളെ സ്വീകരിക്കാനും അറിയാനും അത് വായിക്കാനും ഒക്കെ ആളുകൾ വന്നത് ഒരു വശത്ത്. അപ്പോൾ നമ്മൾ ഈ പഴയ കാലത്തെ അല്ലെങ്കിൽ ഭൂതകാലത്തെ ഭൂതങ്ങളെല്ലാം വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഓർക്കും, ഇവർക്ക് ഞങ്ങളെയൊക്കെ ചേട്ടായി നാണം കെടുത്തുകയാണ് എന്ന്. അപ്പൻ്റെ കുടുംബത്തിലാണെങ്കിലും അമ്മയുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. അത് ശരിക്കും ചിന്തിക്കുന്നത് ഞാൻ അവരോട് പലപ്പോഴും പറഞ്ഞു നോക്കി, മക്കളെ ഇതിങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി തൊട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത്. അങ്ങനെ ഏകദേശം 200 വർഷക്കാലം, 190 വർഷം എക്സാക്ട്ലി ശരി ഭരണം, എംപയറിൻ്റെ ഭരണം ഉണ്ടായി. അതിന് മുമ്പ് ഒരു കമ്പനിയുടെ ഭരണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശരിക്കുള്ളൊരു ഭരണം 190 വർഷമാണ്. അപ്പോൾ അവർ നമ്മൾ ഒത്തിരി ചൂഷണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ലണ്ടനിൽ ചെന്നിറങ്ങുമ്പം 25 വയസ്സായ ഒരു വെള്ളക്കാരനെ കണ്ടിട്ട് നീയാണ് എൻ്റെ രാജ്യത്തെ ചൂഷണം ചെയ്തതെന്ന് അവനോട് പറയാറില്ല. പക്ഷേ നമ്മളൊരിക്കലും അവനെന്ത് തോന്നും എന്ന് കരുതി നമ്മളുടെ ചരിത്രം എഴുതാതിരിക്കുന്നുമില്ല. ഇത് തന്നെയാണ് ഈ ഓർമ്മ കഥകൾ എന്ന് പറയുന്നത്. ഈ ഓർമ്മ എഴുത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ആരുടെയും പിറ്റിയൊന്നും തേടുന്നില്ല. യഥാർത്ഥത്തിൽ അതെന്തിനാണ് എഴുതിയിരിക്കുന്നത്? ഇതുപോലൊരു ബാബുവോ ഇതുപോലെ ഒരു മേരിയോ അല്ലെ അവരുടെ പെമ്മക്കളോ ഒക്കെ ഇന്നത്തെ നമ്മുടെ കേരളത്തിലുമുണ്ട്. നമ്മൾ ഏത് അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറഞ്ഞാലും ദാരിദ്ര്യം അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളിലും ഭാവങ്ങളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ എഴുതുന്നതിലൂടെ അസ്വസ്ഥരാകുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ പിന്നെ നമ്മൾ ഈ എഴുതി വിജയിക്കുമ്പോൾ ഞാൻ ഇത്രയേറെ കാലം എഴുതിയിട്ടും എനിക്ക് വിജയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതി അസ്വസ്ഥപ്പെടുന്ന കുറേ എഴുത്താളുകളും ഉണ്ടാകാം. ഇതൊന്നും തെളിവുകളോട് പറയുന്നില്ല, എൻ്റെ ചിന്തകൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും അങ്ങനെ അസൂയയും അല്ലെങ്കിൽ അൺഹെൽത്തി കോമ്പറ്റീഷനും ഒക്കെ എല്ലാ തലത്തിലുണ്ട്. അത് ബിസിനസ്സിലാണെങ്കിലും അധ്യാപന വൃത്തിയിലാണെങ്കിലും എഴുത്തിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ബാബു എബ്രാഹത്തിന് കമ്പളികണ്ടത്തെ കൽഭരണിയിലൂടെ കിരീടങ്ങൾ മാത്രമാണ് ലഭിച്ചതെന്നാണ്. പക്ഷേ പല കിരീടങ്ങളുടെയും പിന്നിൽ അത് പണിതുയർത്തിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മുള്ളും ആളുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഷാളുകളും പൊന്നാടകളും മാത്രമല്ല ലഭിച്ചത്. കമ്പളികണ്ടത്തെ കൽഭരണികളിലൂടെ എനിക്ക് നന്നായിട്ട് ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും കണ്ട് പേടിച്ച് പോകാനുള്ള ആളല്ലല്ലോ. എൻ്റെ പുസ്തകം വായിച്ച ആളുകൾക്കറിയാം ഇതിലും വലിയ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയതല്ലേ. അപ്പോൾ പിന്നെ ഇതിലൊന്നും ഞാൻ തളർന്നു പോവുകയില്ല. പിന്നെ എനിക്ക് എല്ലാത്തിനും നിങ്ങളിങ്ങനെ പറഞ്ഞോ അതിനിതാണ് മറുപടി, ഇന്നാണല്ലോ, അതൊന്നും എഴുത്തുകാരുടെ ജോലിയല്ല. ഞാനിപ്പോൾ എഴുതാനാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ബുക്ക് വണ്ടറായിട്ട് നിലനിൽക്കാനല്ല. എഴുത്തിൻ്റെ ലോകത്ത് ഇനി അത്യാവശ്യം ഒന്ന് കറങ്ങി നടക്കാനായിട്ട് എനിക്ക് നല്ല ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഈ ഒച്ച വെച്ച് എന്നെ നിശബ്ദനാക്കാമെന്ന് വിചാരിക്കേണ്ട. ഈ പുസ്തകം വായിച്ചിട്ട് പറയണം ഇത് കൊള്ളില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, ഈ മദ്യപാനിയും കുടുംബ പാരമ്പര്യമില്ലാത്തവർ ഇങ്ങനെ ആത്മകഥകൾ എഴുതി വിജയിപ്പിച്ചാൽ നല്ല കുടുംബത്തിൽപ്പെട്ടവർക്ക് ആത്മകഥ എഴുതാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന്. അപ്പോൾ ഈ നല്ല കുടുംബം ഏതാണെന്ന് നമ്മൾ നിർവചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ നല്ല കുടുംബത്തിലെയാണെന്ന്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ വലിയ സാഹിത്യം നിങ്ങൾക്ക് വിളമ്പാനായിട്ട് വിശ്വസാഹിത്യവുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ഗർഭം ഇങ്ങനെയാണ്. ഇത് വായിക്കുന്നവർക്ക് വായിക്കാം. ഇനി ഇത് കൊള്ളിയല്ലേ, വായിച്ചേച്ച് പറയണം ഇന്ന കാരണങ്ങളാൽ ഈ പുസ്തകം കൊള്ളിയല്ലെന്ന് പറയണം. അപ്പോൾ ചിലപ്പം അതെന്നെ സഹായിക്കാം. എനിക്ക് എന്താണെങ്കിലും എഴുതാൻ പ്ലാൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എഴുതാനൊരു പരിശ്രമമെങ്കിലും നടത്തിക്കൂടായില്ലേ. ഈ പറയുന്ന വ്യക്തികൾ നമ്മളെ ആക്രമിക്കുമ്പോഴേക്കും അവർ ഓർക്കേണ്ടത്, ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആണെങ്കിൽ ആ ജേർണലിസ്റ്റ് ചിന്തിക്കേണ്ടത് അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയുടെ മറുതലയ്ക്കൽ ഒരു ജീവിതമുണ്ട്. ഇയാൾ കേൾവി ഉണ്ടാകുന്ന ഈ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെക്കുറിച്ച്
ആരെക്കുറിച്ച് പറയുന്നു അയാളെ വിളിച്ചൊന്ന് ചോദിക്കണം, ഇങ്ങനെയൊക്കെ കേട്ടല്ലോ, ഇതിനകത്ത് എന്താണ് കാര്യമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന അയാൾ സ്റ്റോറിയാക്കണ്ട, പക്ഷേ അയാളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചും അദ്ദേഹത്തിൻ്റെ അനാലിസിസ് അനുസരിച്ചും അദ്ദേഹം അതിനെ എന്ത് പ്രതിനിധാനം ചെയ്യുന്നു അതിനെ അവതരിപ്പിക്കാം. പക്ഷേ എന്നോട് ചോദിക്കാതെ ചെയ്യുമ്പോൾ അതിൽ പറയുക അദ്ദേഹത്തിന് സ്വന്തമായ ഒരു പത്രപ്രവർത്തന മൂല്യങ്ങളും ഇല്ലാത്ത ആളാണെന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മളോട് ഇൻ്റർവ്യൂ ചോദിച്ചാലും അതേ വ്യക്തി തന്നെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാലും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ മറുപടി തന്നെയാണ് പറയാനുള്ളത്. കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അത് പബ്ലിക് ടോയ്ലറ്റാണ്. അതിൽ നമ്മൾ 3 രൂപ കൊടുത്ത് കയറിയാൽ മിക്കവാറും ഭിത്തി മുഴുവനും പല കാര്യങ്ങളും പേന കൊണ്ടും പെൻസിൽ കൊണ്ടും എഴുതി വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിനുള്ള മറുപടി കൊടുക്കണമെന്ന് നിർബന്ധിതനായാൽ ഞാൻ അങ്ങനെ ഒരു ശൗചാലയത്തിൽ പോയി എഴുതി വെക്കുന്നതാണ് കൂടുതൽ ഭംഗിയെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ മറുപടി കൊടുക്കേണ്ട ആവശ്യം ഒരു എഴുത്തുകാരനില്ല. എഴുത്തുകാരനോ എഴുത്തുകാരിയോ മറുപടികൾ സമ്മാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അല്ലെ അവരുടെ എഴുത്തിലൂടെയാണ്. ഞാൻ മറുപടി കൊടുത്തിരിക്കും, അതിന് എല്ലാ സമയത്തിൻ്റെ പൂർണ്ണതയിൽ വരുമെന്നേ. പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് കഥകൾ ചമച്ചു വിടുകയും പടച്ചു വിടുകയും ചെയ്യുമ്പോൾ അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചാടിയ കുഴികളെക്കുറിച്ചും ചെളികളെക്കുറിച്ചും പാപസഞ്ചയത്തെക്കുറിച്ചും എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കറിയില്ല. ഞാൻ വിശുദ്ധനാണെന്നോ മാലാഖയാണെന്നോ ഒരിടത്തും എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഞാൻ പാപിയാണ്, ഞാൻ കുറവുകളുള്ള മനുഷ്യനാണ്. ആ കുറവുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുതുന്നത്. പിന്നെ എനിക്ക് ഒരു ഉളുപ്പുമില്ലാത്ത ആളാണ് ഞാൻ. ഇന്ന വൃത്തികേടുകളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ് ഞാൻ. ഐ എം നോട്ട് എ കാൻഡിഡേറ്റ് ഫോർ കാനനൈസേഷൻ. സോ ഐ ഡു അക്സെപ്റ്റ് ദാറ്റ് ഐ മേക്ക് മിസ്റ്റേക്സ്. അപ്പം എനിക്കൊരു ഉളുപ്പുമില്ലാതെ ഞാൻ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും ഒക്കെ തുറന്നാണ് എൻ്റെ അടുത്ത പുസ്തകത്തിൽ എഴുതുന്നത്. അത് ഈ വരുന്ന 2026 സെപ്റ്റംബർ മാസം 16-ാം തീയതി കമ്പളികണ്ടത്തെ കൽഭരണികളുടെ 2ാം ഭാഗം ഇറങ്ങുന്നു. കമ്പളികണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്നത് എൻ്റെ 26 വയസ്സ് വരെയുള്ള ജീവിതമാണ്. അടുത്ത 26 വയസ്സ് വരെയുള്ള ജീവിതം ഈ വാർത്തകളും ഈ വാർത്താ പ്രക്ഷേപണത്തിൻ്റെ പിന്നിലുള്ള മോട്ടിവേഷൻസും എന്തൊക്കെ രീതിയിലാണ് ചെളിവാരി എറിഞ്ഞതെന്നും ഒക്കെ ഞാൻ എൻ്റെ വീക്ഷണത്തിൽ നിന്നൊന്ന് പറയും. അതാണ് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ.